വണ്ണമുണ്ടെന്ന് സ്വയം കരുതി ആഹാരം നിയന്ത്രിച്ച ഒരു ബിരുദ വിദ്യാർത്ഥി മരണപ്പെട്ട വാർത്ത നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. സാധാരണ ആളുകൾ ചെയ്തിരുന്ന തടി കൂടിയ ആളുകൾ വണ്ണം കുറക്കാൻ വേണ്ടി ചെയ്തിരുന്ന ഡയറ്റോ വ്യായാമം ആയിരുന്നില്ല. ഓൺലൈനായി പല ഡയറ്റ് പ്ലാനുകൾ പിന്തുടരുന്നു, കഠിനമായ വ്യായാമം ചെയ്യുന്നു, ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. അതാണ് മാനസികാവസ്ഥയുടെ ലക്ഷണങ്ങളായി വന്നത്. ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യക്തി പോലും പറയില്ല ആ കുട്ടിക്ക് വണ്ണമുണ്ടെന്ന്. ഇതൊരു സൈക്കോളജിക്കൽ കണ്ടീഷനാണ്, അതായത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്, ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണെന്ന് പറയാം. ഇതിനെ വിളിക്കുന്ന പേരാണ് അനോറക്സിയ നെർവോസ. അതായത് ആ കുട്ടി തന്നെ സ്വന്തമായിട്ട് വിചാരിക്കുകയാണ് എനിക്ക് വെയിറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ ആഹാരം കഴിച്ചാൽ ഞാൻ വെയിറ്റ് വെക്കുമെന്നുള്ള ഒരു ചിന്ത. സീറോ ഫിഗർ ആകാൻ വേണ്ടി കണ്ടിന്യൂസ് ചിന്ത ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത് മാത്രമല്ല, ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ട്, ബോഡി ഷെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവരെ അഫക്ട് ചെയ്യുന്നുണ്ടാവും. ഇത് കാരണം ആ കുട്ടി ഒന്നും കഴിക്കുന്നില്ല, ആഹാരം എടുത്ത് വീട്ടിൽ റൂമിൽ കൊണ്ടുവയ്ക്കുകയാണ്, പക്ഷെ എന്നിട്ട് ആഹാരം കഴിക്കില്ല. വീട്ടുകാർ വിചാരിക്കും അവർ ആഹാരം കഴിച്ചു. അങ്ങനത്തെ രീതിയിൽ എക്സ്ട്രീം ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ. അത് കാരണം എന്ത് പറ്റും? തലകറക്കം ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, ഓക്കാനം ഉണ്ടാവും, ശരീരത്തിൽ ഓരോ മസിൽസ് ആയിട്ട് വീക്കാവും, ബോണുകൾ വീക്കാവും, ഹാർട്ട് കുറെ നാളെ വീക്കാവും, നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരും, നമ്മുടെ സോഡിയം പൊട്ടാസ്യം പോലുള്ള സാധനങ്ങൾ ഇല്ലാതായും. അങ്ങനെ ശേഷം മരണത്തിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലൊരു കണ്ടീഷനാണ് നമ്മൾ ബുലീമിയ നെർവോസ എന്ന് പറയുന്നത്. അവിടെയാണെങ്കിൽ ധാരാളം ആഹാരം കഴിക്കും, അതിനുശേഷം വിരലിട്ട് ഛർദ്ദിക്കും. അങ്ങനെയുള്ള പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കണ്ടീഷനോട്ട് പോകരുത്. അഥവാ ഇത്തരത്തിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകളൊക്കെ എങ്ങനെ കാണുവാണെങ്കിൽ ഉടനെ തന്നെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എടുക്കണം. ഇത്തരത്തിലുള്ള എക്സ്ട്രീം വെയിറ്റ് ലോസ് പ്ലാനുകൾ ഒരിക്കലും ഫോളോ ചെയ്യാതിരിക്കുക. നമ്മളെപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകുന്ന